ഹലോ, എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു 2 എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ 2 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. കാരണം കുട്ടികളുടെ പൂജവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു എന്ന് തന്നെ പറയാം. അവരായിട്ട് കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയി അവർക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് എപ്പോഴും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് കാരണം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇന്ന് മുതൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയല്ലേ പാറു. അങ്ങനെ പാറു നേരെ പാറുവിൻ്റെ സൈക്കിളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ എന്താ എന്നോട് വഴക്കാണോ? നോക്ക് സൈക്കിളെ, എനിക്കറിയാം നീ എന്നോട് വഴക്കാണെന്ന്. എന്നോട് ക്ഷമിക്കട്ടോ. ഇനി മുതൽ നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങും പോവില്ല. നമുക്കെന്തായാലും ജോലിക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പാറുവിൻ്റെ കൂട്ടുകാരികൾ വരികയാണ്. അപ്പോൾ ഐഷ ചോദിക്കുകയാണ്, അത് ശരി, നീ എന്താ സൈക്കിളിനോട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുകയാണോ? അല്ല, ഇത്രയും നാളും പ്രിയൻ ചേട്ടനാണ് നിൻ്റെ ഗന്ധർവനെന്ന് അറിയുന്നതിന് മുമ്പ് വരെ നീ എപ്പോഴും പ്രിയൻ ചേട്ടൻ്റെ കൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രിയൻ ചേട്ടനാണ് നിൻ്റെ ഗന്ധർവനെന്ന് അറിഞ്ഞതിന് ശേഷം നീ എന്തിനാ സൈക്കിളിന് പോകുന്നത്? പ്രിയൻ ചേട്ടൻ്റെ കൂടെ അങ്ങ് പോയാൽ പോരെ? അയ്യോ, അതോ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു ചോദ്യമുണ്ട് മനസ്സിൽ. അതായത് ഇത്രയും നാൾ പ്രിയൻ ചേട്ടനാണ് ഗന്ധർവനെന്ന് അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത കാരണം എനിക്ക് നാട്ടുകാരെ പേടിയുണ്ടായില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഞങ്ങൾക്കിടയിൽ പ്രണയമുണ്ടല്ലോ. അത് നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെ ഉള്ളൊരു ഭയം എനിക്കുണ്ട്. മാത്രമല്ല വാർഡൻ മേഡത്തിനും അറിയില്ലല്ലോ. പിന്നെ കൈലാഷ് സാറിനോട് എൻ്റെ മനസ്സിൽ പ്രിയൻ ചേട്ടനോടുള്ള പ്രണയം തുറന്നു പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയൻ ചേട്ടനോട് സമ്മതിക്കുന്നുമില്ല. അതെന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടൻ സമ്മതിക്കാത്തതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയെന്ന് മീര ചോദിക്കുകയാണ്. ഒരുപക്ഷെ കൈലാഷ് സാറ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും സമയമാകുമ്പോൾ പ്രിയൻ ചേട്ടൻ തന്നെ അത് പറഞ്ഞോളും. പക്ഷെ വാർഡൻ മേഡത്തിൻ്റെ അടുത്ത് നീ എന്തായാലും തുറന്നു പറയണം കേട്ടോ, അല്ലെങ്കിൽ മേഡത്തിന് അത് വിഷമാവും. എന്തായാലും സമയവും സാഹചര്യവും നോക്കിയിട്ട് മേഡത്തിൻ്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞോളാം എന്ന് പറയുകയാണ് നമ്മുടെ പാറു. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിൽ കാണിക്കുകയാണ്. അപ്പോൾ അനിയത്തി വന്നിട്ട് പ്രിയൻ്റെ അമ്മയോട് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, എനിക്കങ്ങ് വേണ്ട, മര്യാദക്ക് നീ എടുത്തിട്ട് പോ. ഒരു നേരം ആഹാരം കഴിച്ചില്ല എന്ന് വിചാരിച്ച് എനിക്കൊന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്നോട് അതുമാതിരി വഴക്കടിച്ചു. അങ്ങനെയുള്ളൊരു മോനെ ഞാൻ തന്നെയാണ് വളർത്തിയെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദർശന പറയുകയാണ്, അമ്മേ ചേട്ടനോട് ഒരുപാട് സ്നേഹമുണ്ട് അമ്മയ്ക്ക്. ചേട്ടൻ പോയതും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അല്ലേ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. ചേട്ടനെ വിളിച്ചാൽ ചേട്ടൻ തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അമ്മ പറയുകയാണ്, അവൻ എവിടെയെങ്കിലും പോട്ടെ, അവൻ പോയതിൻ്റെ വിഷമമൊന്നുമല്ല എനിക്ക്. അവൾക്ക് വേണ്ടിയിട്ട് എന്നോട് വഴക്കടിച്ചിട്ട് പോയെന്നുള്ളതിൻ്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരത്തികളെല്ലാവരും കൂടെ പാറുവിനെ കളിയാക്കുകയാണ്. അല്ല, പാറുവിനാണെങ്കിൽ പ്രിയൻ ചേട്ടനെ പോലെ ഒരുത്തനെ കിട്ടി, നമുക്ക് ആരെയാണാവോ കിട്ടാൻ പോകുന്നത്? നമുക്ക് 3 പേർക്ക് ആരും കിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പം മീര പറയുകയാണ്, പിന്നെ നമുക്ക് ആരെയും കിട്ടൂലെന്നോ? പ്രിയൻ ചേട്ടനേക്കാളും സുന്ദരനായിട്ടുള്ള ഒരുത്തനെ കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാറുവിന് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയൻ ചേട്ടൻ്റെ നല്ല സ്വഭാവമാണ്, അതനുസരിച്ച് ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ്. ഈ സമയത്ത് പാറുവിന് കോള് വരിക. നിൻ്റെ പ്രിയൻ ചേട്ടനായിരിക്കുള്ളൂ വിളിക്കുന്നത്, എടുക്കെടുക്കെന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയൻ ചേട്ടനല്ല ദർശനയാണെന്ന് പറയുകയാണ്. നിൻ്റെ നാത്തു സംസാരിക്കുന്നു പറയുകയാണ്. അങ്ങനെ ദർശനയുടെ കോള് നമ്മുടെ പാറു എടുക്കുകയാണ്. അപ്പോൾ ദർശന പറയുകയാണ്, പാറു പ്രിയൻ ചേട്ടനെ കണ്ടായിരുന്നോ നീ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ രാത്രി പ്രിയൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അമ്മയായിട്ടെന്തോ വഴക്കുണ്ടായിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയായിട്ട് വഴക്കടിച്ച് പ്രിയൻ ചേട്ടൻ പോയി. ഒരു തവണ വിളിച്ചിട്ട് ഞാൻ മോഹൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇതുവരെ എടുത്തിട്ടില്ല. അല്ല, അമ്മയായിട്ട് വഴക്കടിച്ച് ഇറങ്ങിപ്പോയോ? ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ കഴിക്കാതെ ഒക്കെ ഇരിക്കുക. പറ്റുവാണെങ്കിൽ നീ ചേട്ടനെ കണ്ട് ഒന്ന് പറയണം വീട്ടിലേക്ക് വരാനായിട്ട്. ഉറപ്പായിട്ടും പറയാമെന്ന് ദർശനയോട് നമ്മുടെ പാറു വാക്ക് കൊടുക്കുകയാണ്. അത് ശരി, ആ കോള് കട്ടിയതിന് ശേഷം കേട്ടോ. അത് ശരി, അങ്ങനെ അമ്മയായിട്ട് വഴക്കടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും മാത്രമായോ പ്രിയൻ ചേട്ടൻ? നേരി ചെല്ലട്ടെ, നല്ലത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പാറു സൈക്കിളുമായിട്ട് ഇറങ്ങുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കമ്പനിയിലെത്തിയിരിക്കുകയാണ് പാറു. അപ്പോൾ സൗന്ദര്യയും ജയന്തി ചേച്ചിയൊക്കെ വരികയാണ്. അല്ല ചേച്ചി,
പ്രിയം ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ല, പ്രിയൻ ഇതുവരെ വന്നിട്ടില്ല. എന്തേന്ന് ചോദിക്കുകയാണ്. അല്ല, പ്രിയൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു, നിന്നെ അവർ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതെ ചേച്ചി, പ്രിയൻ ചേട്ടൻ്റെ അമ്മ എല്ലാം അറിഞ്ഞു. അറിയാതെ ഹോസ്റ്റലിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എല്ലാം അറിഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുകയും ചെയ്തു. അതിലൊരു തെറ്റുമില്ല. അതിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ അടിച്ച് ഓടിച്ചേനെ. അത്രയൊന്നും ചെയ്തില്ലല്ലോ, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അത് ശരി, അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മായിമ്മയോട് ഇപ്പോഴേ വലിയ സ്നേഹമാണല്ലേ? അതൊക്കെ ഇരിക്കട്ടെ ചേച്ചി, പ്രിയൻ ചേട്ടൻ എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രിയം വരികയാണ്. അപ്പോൾ പ്രിയനെ കണ്ട പാറു പറയാണ്, ചേച്ചി ഈ പ്രിയൻ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അമ്മയോട് വഴക്കടിച്ച് മോഹൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ താമസിച്ചിരിക്കുന്നത്. പ്രിയൻ ചേട്ടാ, എന്ത് പണിയാണ് പ്രിയൻ ചേട്ടാ കാണിക്കുന്നത്? പ്രിയൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് പ്രിയൻ ചേട്ടനൊന്ന് ചീത്ത പറയാൻ പോലുള്ള അവകാശമില്ലേ? ഒരു വഴക്കുണ്ടായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ വേണ്ടത്? എൻ്റെ പൊന്നു പാറു, അമ്മയ്ക്ക് എന്നെ ചീത്ത പറയാനും വേണ്ടി വന്നാൽ അടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നിന്നെ അതുപോലെയൊന്നും ചെയ്യാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അധികാരവും ഇല്ലയെന്ന് പറയുകയാണ്. നിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മോഹൻ പറയാണ്, ഇവർ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ കട്ടുറുമ്പാവണ്ട, നമുക്കങ്ങ് പോവാന്ന് പറയുക. അപ്പോൾ സൗന്ദര്യ പറയുകയാണ്, ഇവർ ഭാര്യയും ഭർത്താവോ? ഇവരിതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ആവുന്നത്? ഈ മോഹൻ ചേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹനെയും വിളിച്ചുകൊണ്ട് സൗന്ദര്യയും ജയന്തിയും കൂടെ പോവാണ്. ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ്, പാറു എന്തൊക്കെ പറഞ്ഞാലും അമ്മ നിന്നോട് ചെയ്തത് വളരെ മോശമാണ്. ഞാൻ എന്തായാലും അമ്മയെ വിളിക്കാനൊന്നും പോകുന്നില്ല. അമ്മ വേണമെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കട്ടെ. അത് ശരി, കുടുംബത്തിൽ ഇത്രയും വലിയ വഴക്കുണ്ടാക്കി വെക്കാനുള്ള പ്രിയൻ ചേട്ടൻ എന്തെങ്കിലും കാണിക്ക്, എന്നോട് ഇനി സംസാരിക്കാൻ വരണ്ട, നീ നിൻ്റെ പാട്ടിന് പോടാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ്റെ അടുത്തുനിന്ന് പാറു പോവാട്ടോ. ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ്, എന്ത് പാട്ടിന് പോടാന്നോ? ഇത്രയും നാൾ ബഹുമാനത്തോടുകൂടി ചേട്ടാന്നല്ലേ ഇവിടെ വിളിച്ചത്, ഇപ്പോൾ എടാന്നൊക്കെ വിളിക്കുന്നു. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ്. കൈലാഷ് വന്ന് നോക്കുമ്പോൾ ക്യാബിനിൽ അമ്മ ഇരിക്കുകയാണ്. അല്ല, അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എടാ, ഞാനും BBA പഠിച്ചതാ, പിന്നെ നിന്നെയും നിൻ്റെ അച്ഛനെയൊക്കെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണത്തിന് ശേഷം ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത് ഇവിടെ വന്നിരിക്കാമെന്ന്. അമ്മ എന്തിനിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പാറിനോട് മിണ്ടുന്നുണ്ടോ, ഞാൻ പാറിനോട് അടുക്കുന്നുണ്ടോ എന്നൊക്കെ സ്പൈ വർക്ക് ചെയ്യാനായിട്ടല്ലേ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, എന്തിനെന്നാലും നീ എൻ്റെ മകനല്ലേ? നിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അമ്മയ്ക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതല്ല മോനെ, ഈ ക്യാബിനിൽ വിളക്ക് കത്തിക്കാറില്ലേ? നേരത്തെയൊക്കെ കത്തിച്ചിരുന്നു, ഇപ്പോൾ പാറുവിനോട് ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞതിന് ശേഷം കത്തിക്കാറില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞോ? എന്തായാലും മുക്തയെ ഞാനൊന്ന് വിളിക്കട്ടെ. മുക്തയെ കൊണ്ട് കത്തിക്കാനാണോ? അല്ലല്ല, മുക്തയെ വിളിക്കട്ടെ. അങ്ങനെ മുക്തയെ വരുത്തുകയാണ് കേട്ടോ സീത. അങ്ങനെ മുക്ത വന്നു കഴിയുമ്പോഴത്തേക്കും അതെ, താഴെ ചെന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാറുവിനെ വിളിച്ചിട്ട് വരാൻ പറ, വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടാന്ന് പറയുകയാണ്. ഇത് കേട്ടതും കൈലാഷിന് ഭയങ്കര സന്തോഷമാവാണ്. മുക്തയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. ആൻറ്റി ഞാനോ? അതേ മുക്ത, ചെന്ന് പറയുമെന്ന് പറയാണ്. അങ്ങനെ മുക്ത പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ തള്ളക്ക് തലക്ക് പ്രാന്തായോ? എന്തൊന്നും ഇവർ കാണിച്ചു കൂട്ടുന്നത്? മിക്കവാറും കൈലാഷിനോടൊപ്പം അവളെ ചേർത്ത് വെക്കാൻ ഈ തള്ള തന്നെ സഹായിക്കും എന്നൊക്കെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ്. നേരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കരുണാകരനോട് പറയുകയാണ്, ആ പട്ടിക്കാട്ടുകാരിയെ അവിടേക്ക് അയക്കാൻ, എൻ്റെ വിളക്ക് കത്തിക്കാനായിട്ട്. അങ്ങോട്ട് ചെല്ലണ്ടെന്ന് സാറ് പറഞ്ഞതല്ലേ? സാറ് പറഞ്ഞെങ്കിൽ എന്താ, ഇപ്പം ക്യാബിനിൽ വന്നിരിക്കുന്നത് സീത ആൻറ്റി ഇനി മുതൽ കമ്പനിയിലുണ്ടാവും. സോ കൈലാഷിനെ പിടിച്ചെടുക്കാനായിട്ട് ഓരോരോ വഴികൾ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾ പറഞ്ഞു വിടെന്ന് പറയുകയാണ്. ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ്, ആ മേഡം കൂടെ വന്നോ? അവരിച്ചിരി തൊന്തരവാന്നേ, PKR സാറിനെ പോലെയൊന്നുമല്ല, എല്ലാ കാര്യത്തിലും ഇടപെടും. എന്തെങ്കിലും ആവട്ടെ, ആ പട്ടിക്കാട്ടുകാരിനെ ഞാൻ പറഞ്ഞു വിട്ടേക്കാന്ന് പറയുകയാണ്. അപ്പോൾ പാറുവിനെ നോക്കിയിട്ട് കരുണാകരനോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് മോഹൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മോഹനാണെങ്കിൽ നമ്മുടെ പ്രിയനോട് പറയുകയാണ്, എന്തോ പാറുവിന് പണി കൊടുക്കാനാണെന്ന് തോന്നുന്നു. ആ മുക്ത എന്തൊക്കെയോ കരുണാകരനോട് സംസാരിച്ചിട്ട് പാറുവിനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും പറയാൻ പോകുന്നതെന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കരുണാകരൻ വരികയാണ് തീപ്പെട്ടിയുമായിട്ട്. അതേ മേഡം, പാറു മേഡം, നിങ്ങൾ പോയിട്ടെ മോളിൽ ചെന്നിട്ട് ആ കൈലാഷ് സാറിൻ്റെ ക്യാബിനിൽ ചെന്നിട്ട് വിളക്ക് കൊളുത്ത്. പിന്നെ എപ്പോഴും ഇട്ടിട്ട് പോകുന്നൊരു ചായ ഉണ്ടല്ലോ, അതുണ്ടാക്കി അങ്ങേർക്ക് കൊണ്ടേ കൊടുക്ക്. ഇനി എല്ലാ ദിവസവും നിങ്ങൾ വേണം വിളക്കേറ്റാനെന്ന്. നിങ്ങളോട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നതേ സീത മേഡം, പോയിട്ട് വാന്ന് പറയാണ്. അല്ലെങ്കിൽ എന്ത് പറയാനേട്ടാ, ഇവള് കത്തിച്ചാലല്ലേ ഇവിടെ വലിയ പ്രകാശം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തീപ്പെട്ടി നമ്മുടെ പാറിന് നേരെ എറിഞ്ഞിട്ട് ഇയാൾ പോവാണ്.
ഈ സമയത്ത് പാറു ജയന്തിയോടും സൗന്ദര്യയോടും പറയുകയാണ് ഞാനങ്ങ് പോവില്ല എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ കൈലാഷ് വന്നിട്ട് പാറുവിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. പാറു, നീ എന്താ പോവില്ല എന്ന് പറയുന്നത്? ഇത്രയും നാൾ നീയല്ലേ വിളക്ക് എത്തിയത്? അതുമാത്രമല്ല ഇത്രയും കാലം ചായയും നീയല്ലേ കൊടുത്തത്. ഇപ്പോൾ പോവില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? അത് പിന്നെ അന്നൊക്കെ ഞാൻ കൈലാഷ് സാറിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം കൈലാഷ് സാറിനെ കാണുമ്പോൾ എനിക്ക് ധർമ്മസങ്കടമാണ് വരുന്നത്. പാവം, അതിനെ പറ്റിക്കല്ലേ എന്നൊരു തോന്നൽ. മാത്രമല്ല കൈലാഷ് സാർ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുകയാണ്. അദ്ദേഹം സാധാരണ രീതിയിൽ പറഞ്ഞാലും ഞാൻ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. എനിക്ക് പറ്റില്ല പ്രിയൻ ചേട്ടാ. പാറു, നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ അങ്ങനെ പോയില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നിന്നോട് സംസാരിക്കും. അത് നിനക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും. നീ മര്യാദക്ക് പോയിട്ട് വിളക്കേറ്റാൻ നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പാറു പറയുകയാണ്, അത് ശരി, പ്രിയൻ ചേട്ടൻ പറയുന്ന കാര്യമൊക്കെ ഞാൻ കേൾക്കണോ അല്ലേ? ഞാൻ പറയുന്ന കാര്യമൊന്നും പ്രിയൻ ചേട്ടൻ കേൾക്കില്ലല്ലോ. ഞാനോ? നീ പറയുന്നത് എന്താ കേൾക്കാതിരുന്നത്? അമ്മയോട് വഴക്കടിച്ച് ഇനി വീട് വിട്ട് നിൽക്കരുത്, നേരെ തിരിച്ച് അമ്മയെ വിളിക്കണം, അമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടല്ലേ? എൻ്റെ പാറു, ഞാൻ എന്താ പറയുന്നത്, നീ എന്താ പറയുന്നത്? എന്താണെങ്കിലും പ്രിയൻ ചേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞാലേ പ്രിയൻ ചേട്ടൻ പറയുന്ന കാര്യം ഞാൻ കേൾക്കുള്ളൂ. ശരി, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പം എന്തായാലും പോയിട്ട് വിളക്കേറ്റിട്ട് വാ. എന്തെങ്കിലും ഓട്ടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ പാറു ക്യാബിനിലേക്ക് കുറേ നാൾക്ക് ശേഷം വരുന്നതറിഞ്ഞ് നമ്മുടെ കൈലാഷ് ആണെങ്കിൽ അവിടെയൊക്കെ റൂം ഫ്രഷ്നർ വെച്ചിട്ട് അടിക്കുകയാണ്. നല്ല മണമുണ്ട്, പാറുവിന് ഇഷ്ടപ്പെടുമെന്ന് പറയുകയാണ്. കുറച്ച് സമയത്തിനുള്ള പാറു അവിടേക്ക് വരികയാണ്. പാറു ചായ നമ്മുടെ കൈലാഷിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈലാഷ് കുടിച്ചിട്ട് പറയുക, പാറു എന്തൊരു ടേസ്റ്റുള്ള ചായ. കാലം കഴിയും വരെ നിൻ്റെ കൈകൊണ്ട് ഇതുപോലെ ടേസ്റ്റുള്ള ചായ കുടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ്. പക്ഷേ ഈ തവണ പാറുവിന് എന്തോ അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതൊന്നും. അങ്ങനെ പാറു വിളക്കേറ്റാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം പാറു പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ ഭഗവാനെ, എങ്ങനെയെങ്കിലും കൈലാഷ് സാറിന് എന്നോടുള്ള സ്നേഹം മാറണം. നല്ലൊരു പെൺകുട്ടി കൈലാഷ് സാറിൻ്റെ ജീവിതത്തിലേക്ക് വരണം. എനിക്കും പ്രിയൻ ചേട്ടൻ്റെ ഇടയിൽ കൈലാഷ് സാറ് വരരുത്. അതിന് നീ തന്നെ വേണം എന്തെങ്കിലും ഒരു വഴി കാണിക്കാൻ. എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പാറുവിൻ്റെ തൊട്ട് പുറകിൽ കൈലാഷ് വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് പാറു ഞെട്ടുക കേട്ടോ. അത് പിന്നെ സാർ എന്ന് പറയുകയാണ്. അപ്പോൾ കൈലാഷ് പറയുകയാണ്, എന്താ പാറു നീ പെട്ടെന്ന് ഞെട്ടിയത്? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, കുറച്ച് പറയാനുണ്ട് എനിക്ക് നിന്നോട്. അത് പിന്നെ കൈലാഷ് സാർ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഏയ്, വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു മാറ്റം. നീ എന്താ എൻ്റെ നേരെ നോക്കാതെ പോലും പോകുന്നത്? എന്താ കാര്യം? അത് പിന്നെ കൈലാഷ് സാർ, അത് ഞാൻ പ്രിയൻ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാര്യം പ്രിയൻ ചേട്ടൻ്റെ അമ്മ അറിഞ്ഞു. വലിയ വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൈലാഷിനോട് പറയുകയാണ്. കുത്തിന് പിടിച്ച് വെളിയിലാക്കിയതും വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് കേട്ട കൈലാഷ് പറയുകയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? വളരെ മോശമായിപ്പോയി. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കാം. നീ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട. പ്രിയൻ്റെ വീട്ടിലെ പ്രശ്നം ഞാനായിട്ട് പരിഹരിക്കാം. ശരി സാർ, എനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് പ്രിയൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോവേണ്ട അവസ്ഥയായി. എങ്ങനെയെങ്കിലും പ്രിയൻ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് വിടണം ഉറപ്പായിട്ടും എന്ന് പറയുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ പ്രിയനെയും പാറുവിനെയും കൂട്ടിയിട്ട് നമ്മുടെ കൈലാഷാണെങ്കിൽ പ്രിയൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സർ, ഇതെൻ്റെ വീടാണല്ലോ. അതെ, പ്രിയൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. പ്രിയൻ്റെ അമ്മയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല സാർ, അവർ മനസ്സിലാവുന്ന രീതിയിലൊന്നുമല്ല. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല, നടന്ന കാര്യത്തെക്കുറിച്ചിട്ടെല്ലാം പാറു എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ പാറുവിനെ പ്രിയൻ നോക്കാട്ടോ. അപ്പോൾ പാറു പെട്ടെന്ന് മുഖം മാറ്റുകയാണ്. എന്തിനാ അവളെ നോക്കുന്നത്? എന്തായാലും എല്ലാ കാര്യവും സംസാരിച്ചതിന് ശേഷം പ്രിയനെ അകത്തേക്ക് വിളിക്കുക. പാറു, പ്രിയനെ നോക്കിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അകത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് പാറുവിനോട് പ്രിയൻ ചോദിക്കുക, നീ എന്തിൻ്റെ കേടുന്നത് സാറിനോട് എല്ലാ കാര്യം പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിലേ സാറ് പറഞ്ഞാൽ കേൾക്കുന്നുള്ളത് എനിക്കറിയാം പ്രിയൻ ചേട്ടാ. അതുകൊണ്ടാണ് സാറിനോട് ഞാൻ പറഞ്ഞത്. നീയേ ഭയങ്കര കേടിയാണെന്ന് പറയുകയാണ്. അതെ, ഞാൻ കേടിയാ, പക്ഷേ ചേട്ടൻ്റെ അത്രയും വരില്ല എന്ന് നമ്മുടെ പാറു പറയുകയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് അകത്ത് ചെന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ, എൻ്റെ ഭാഗത്ത് വന്നൊരു തെറ്റാണ്, പ്രിയൻ്റെ ഭാഗത്ത് വന്ന തെറ്റല്ല. പാറുവിനെ ഇവിടെ നിർത്താനായിട്ട് ഞാനാണ് പ്രിയനെ കമ്പൽ ചെയ്തത്. ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരോടും പറയേണ്ടതും ഞാൻ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ പാറുവിനെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നുപോയി. അല്ലാതെ പാറുവിനും പ്രിയനും ഇടയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അല്ല മോനെ, അവൻ പാറുവിനിവിടെ നിർത്തിയതല്ല എൻ്റെ പ്രശ്നം. അതെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് പറയാതിരുന്നല്ലോ. മാത്രമല്ല അവൾക്ക് വേണ്ടിയിട്ട് എന്നോട് വഴക്കടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നാൾ പെറ്റ് വളർത്തിയ അമ്മയ്ക്ക് ഒരു വിലയില്ലേ? അതാണ് എനിക്ക് വിഷമമുണ്ടാക്കിയത്. എന്തായാലും അവൻ വരില്ല, എനിക്ക് ഉറപ്പാണ്. ഇല്ലമ്മേ, അമ്മേ, ദേ പ്രിയൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അമ്മ ഒന്ന് വിളിച്ചാൽ പ്രിയൻ ഓടി വരും. എങ്കിൽ പിന്നെ അവൻ വന്നോട്ടെ. പക്ഷേ എനിക്ക് ഒരേ ഒരു ഡിമാൻഡുണ്ട്. അവൻ്റെ അമ്മായിയുടെ മോള്
തുളസിയെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ്. ഞാൻ സംസാരിക്കാമെന്ന് കൈലാഷം പറയുകയാണ്. അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രിയ, ദേ അമ്മ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പിടിവാശിയില്ലേന്ന് ചോദിക്കുകയാണ്. പിടിവാശിയോ? സ്നേഹത്തിൻ്റെ മുന്നിൽ എന്ത് പിടിവാശിയാ? അതെ, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? അത് പിന്നെ നിൻ്റെ അമ്മാവൻ്റെ മകളുണ്ടല്ലോ തുളസി, അവളെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മ വരാൻ നീ അകത്ത് വരുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നമില്ലാന്ന്. അതൊന്നും പറ്റില്ല സാർ, നമുക്ക് പോവാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് കൈലാഷ് പറയുകയാണ്, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നത്? എടാ, എനിക്ക് മനസ്സിലാവും നിനക്ക് പ്രണയമുണ്ട്. ആ പ്രണയം പോയാലോ എന്നല്ല നീ ഓർക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇപ്പം എന്തായാലും അമ്മ പറഞ്ഞതനുസരിച്ച് നീ വീടിനകത്തേക്ക് വാ. അതിനുശേഷം നിൻ്റെ അമ്മാവൻ്റെ മകളായിട്ടുള്ള തുളസിയോട് ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം നീ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പാറു, ഞാനല്ലേ പറയുന്നത്, നീയും കൂടെ ഒന്ന് പറ. അതെ അതെ പ്രിയൻചേട്ടാ, പ്രിയൻചേട്ടൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ലല്ലോ. കൈലാഷ് സാർ പറയുന്നത് കേൾക്കുന്നു പറയുകയാണ്. അങ്ങനെ പ്രിയൻ നിർബന്ധിതനാവുകയാണ് അമ്മയുടെ അടുത്ത് വാക്ക് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നും നമുക്ക് സപ്പോർട്ട് തരുന്ന നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നും കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കാണാം. അതുവരെ ടാറ്റാ.